നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓ, എത്തിയോ? പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മനുഷ്യൻ ചാവാറായി. നീ എന്തിനാ അക്ഷര ഇങ്ങനെ ദൈവത്തിന്റെ ഉറക്കം കിടത്തുന്നേ? ബാക്കിയുള്ളവരുടെ ഉറക്കം കെടുത്തിട്ട് നിന്ന് ചിരിക്കുന്നോ? മോനെ, എന്താ ഇതൊക്കെ? എവിടേക്കാണെങ്കിലും സാറിനോടൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ നിനക്ക്? ഒരു നല്ല കാര്യത്തിനാ പോയത്, അത് പറയാനാ പോകുന്നത്. സാറവിടെ? ഞാനിവിടെ തന്നെയുണ്ട് നിരഞ്ജൻ. സോറി സർ, അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, അതാ പറയാതെ പോയത്. ആയിക്കോട്ടെ, നിരഞ്ജന്റെ രഹസ്യങ്ങൾ എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിരഞ്ജന്റെ ഈ യാത്ര അത് അപകടത്തിൽ കൊണ്ടെത്തിക്കും. സർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ജീവിതത്തിൽ ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് കരുതിയ സന്തോഷം ദൈവം സമ്മാനിച്ച ദിവസം ഇത്. ഞങ്ങളുടെ പൊന്നുമണിയെ തിരിച്ചു കിട്ടി. അയ്യോ, എന്റെ ദൈവമേ, സത്യമാണോ മോനെ? അതെ. അമ്മ ബഹളം വെച്ച് ഇപ്പൊ തന്നെ ശങ്കരമാവൻ ഇത് അറിയിക്കാനൊന്നും പോകണ്ട. ആദ്യം മെന്റലി ഒന്ന് ഓക്കെ ആവട്ടെ, എന്നിട്ട് ശങ്കരമാവന്റെ മുമ്പിൽ കൊണ്ടു നിർത്താം. പൊന്നുമണിയും കുഞ്ഞും എവിടെ? ഞാൻ സേഫായി ഒരിടത്ത് ആക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ തന്നെ വിമൻസ് ഷെൽട്ടറില. തണൽ കേട്ടിട്ടില്ലേ? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാറുന്നില്ലേ? ഏയ്, അത് വേണ്ട, അത് ശരിയാവില്ല. ഇന്ന് അവൾ അവിടെ ഹോസ്റ്റലിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ. അടുത്ത ദിവസം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സാമ്പ്രാണിക്കുടിക്ക് പോവാം. കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നിരഞ്ജൻ അപകടത്തിലേക്ക് പോകുന്നത് എനിക്ക് സമ്മതിച്ചു തരാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ഞാൻ പറയുന്നത് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റൂ. അക്ഷരേ, എന്താ ചിന്തിക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു. എന്ത്? ചില നേരങ്ങളില് ഡാഡി തികച്ചും സ്വാർത്ഥനാണല്ലോ എന്ന്. വല്ലാതെ സെൽഫിഷ് ആവുന്നു. ഇത്രയ്ക്ക് സ്വാർത്ഥത പാടില്ലെന്നേ. എന്തു പറ്റി? അല്ല, പൊന്നുമണിയെ രക്ഷപ്പെടുത്തിയ കാര്യം നിങ്ങൾ ഡാഡിയോട് പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചത്ര ആവേശം ഡാഡിയിൽ കണ്ടില്ലായിരുന്നു. ഞാൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാറില്ല, അതുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കാറുമില്ല. നാളെ പൊന്നുമണി എനിക്ക് നേരെ മുഖം തിരിച്ചാൽ പോലും എനിക്കൊന്നും തോന്നില്ല. എന്നാലും എന്തെന്നാലും? കേട്ടിട്ടില്ലേ, ആഗ്രഹിക്കാതിരിക്കുക ദുഃഖിക്കാതിരിക്കാമെന്ന്. ആരിൽ നിന്നും ഒന്നും ഒരു നല്ല വാക്ക് പോലും പ്രതീക്ഷിക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ ജോലി നിശബ്ദമായി ചെയ്യുക. ആരും ഇവിടെ മസ്റ്റല്ല അക്ഷര. നമ്മൾ ആരുടെയൊക്കെയോ ആരോ ആണെന്നത് നമ്മുടെ തോന്നൽ മാത്രമാണ്. ആരില്ലെങ്കിലും ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാലും ഡാഡിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും പിടിച്ചില്ല. നിങ്ങൾ എന്തോ കുഴപ്പം ചെയ്തു വെച്ച പോലെ ഡാഡിയുടെ ഭാവം. ഏയ്, അത് എന്നോടുള്ള ഇഷ്ടക്കുറവല്ല, അദ്ദേഹത്തിന്റെ ആൻസൈറ്റിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നത്
നമ്മളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാ. ആയിരിക്കാം. നിനക്ക് പിന്നെ നിന്റെ ഡാഡിയോട് ഒരു പിണക്കമോ സംശയത്തിന്റെ കരടോ ഒക്കെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് സാർ എന്ത് പറഞ്ഞാലും നിനക്കിപ്പോ പിടിക്കത്തില്ല. ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റമെന്നാ കേട്ടിട്ടില്ലേ അത്? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് പിടിക്കാത്തത്. എന്നാര് പറഞ്ഞു? എനിക്ക് ഈ അച്ചിയെ പെരുത്തിഷ്ടം. എങ്കിലേ എന്നോടൊന്ന് പറയുന്നേ, എന്റെ കഴുത്തില് എപ്പോ താലി കെട്ടുവന്ന്? കെട്ടാം, വാ. ആ ബാസി, ആ അമ്പല കമ്മിറ്റി കൂടുന്നിടത്ത് ഞാൻ എന്തിനാ ബാസി? നമ്മൾ കള്ളിശങ്കരനല്ലേ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ച വായി നോക്കാൻ പോയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എനിക്ക് കൊടിയേറ്റും മുടിയേറ്റും ഉത്സവമൊക്കെ എൻ്റെ കൊച്ചു വന്നിട്ടേ ഉള്ളൂ. മരുമൻ വന്നിട്ടും തോന്നുന്നു. നീ വെച്ചടാ ബാസി. ആഹാ, ശങ്കരമോൻ ഇവിടെ നിൽക്കുമായിരുന്നു. നീ എന്താ മരുമനെ പറയാതെ? പെങ്ങൾ വന്നിട്ടുണ്ടോ? അതൊക്കെ പറയാം. എന്താ രാവിലെ പരിപാടി? കഞ്ഞി വെക്കാൻ നോക്കുമ്പം അടുക്കളയിൽ ഒരു തുള്ളി വെള്ളമില്ല. ആ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മാവൻ ഇനി തന്നെത്താൻ അടുക്കള കിടന്ന് ബുദ്ധിമുട്ടണ്ട. സഹായിക്കാൻ ആള് വന്നിട്ടുണ്ട്. ആഹാ, പെങ്ങള് വന്നല്ലേ? അയ്യോ, അക്ഷരമൊക്കെ സങ്കടമായി കാണുമല്ലോ. ആ, സങ്കടമില്ലാതെ വരൂ. അവരമ്മായിയമ്മയും വരുമ്പോഴും ഭയങ്കര സെറ്റായതല്ലേ. എന്നാ പിന്നെ ധൃതി പിടിച്ചെന്തിനാ പെങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാനിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ. ആ, അല്ല, എന്നിട്ട് പെങ്ങളെവിടെ? ആ, പുറത്തുണ്ട്. വാമാവാ. അതെന്താ പെങ്ങൾ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ആ, അതൊക്കെ ഉണ്ടെന്നേ. വാമാവാ. അതിനു മുമ്പ് ഒരു ചെറിയ പണിയുണ്ട്. എന്താടാ? ഇതെന്ത് കൂത്താടാ മരുമോനെ? കൺമുത്തിക്കളിയോ? ഇതെന്താ വിഷുവാണോ? നല്ല കാഴ്ചകൾ കാണുന്ന എല്ലാ ദിവസവും നമുക്ക് വിഷുവാ. അമ്മാവൻ വാ. നീ എന്താടാ കാണും? അമ്മാവ, പടിയുണ്ട്, സൂക്ഷിച്ച്. ആ, പതുക്കെ. ആ, ഇറങ്ങിക്കോ. ഒന്നുമില്ല, അത് ഇവിടെ തന്നെ. ഇപ്പോഴും നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. പെങ്ങളുടെ കൂടെ മരുമോളും വന്നോ? അത് കലക്കി. എന്നാ വാ, നിങ്ങൾ വാ. അച്ഛാ, ആ